ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. കവിത കി പങ്ക്തിയോ കെ ക്രമ സെ ലിഖോ. അപ്പോൾ കവിത ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ബോക്സിൽ ഡിസോർഡർ ആക്കിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ താഴെ കറക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് നോക്കി എഴുതിയെടുക്കുക. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചിത്ര ദേക്കോ ഓർ പ്രശ്നോക്കെ ഉത്തർ ദേം. അപ്പോൾ ചിത്രം നോക്കിയിട്ട് ക്വസ്റ്റിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യഹ് കിസ്ക ചിത്ര ഹേ. ഇത് ആരുടെ ചിത്രമാണ്? നമുക്കറിയാം, ഇത് ചിടിയാണല്ലേ. ഇത് ബാദലല്ല, മച്ഛലിയല്ല, ഫൂലല്ല. അപ്പോൾ ചിടിയ. യഹ് ചിടിയ ഹേ അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സംഗീത് കെ അനുസർ ചിത്രക്കോ രംഗ് ദോം. രംഗ് ദേം. അപ്പം ഈ ചിത്രത്തിന് ഇനി നമുക്ക് നിറം കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ നമ്പർ തന്നിട്ടുണ്ട്. ഓരോ നമ്പറിനും ഏത് കളർ കൊടുക്കണം എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 1 കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്. 2 ഹര എന്ന് വെച്ചാൽ പച്ച. 3 നീല. 4 ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ്. ഓക്കെ. അപ്പോൾ ആ പറഞ്ഞ പോലെ നമ്മളത് കളർ ചെയ്യണം. എളുപ്പമാണല്ലേ. ഓക്കെ, ഇനി അടുത്ത ചിത്രം നോക്കാം. അടുത്ത ചോദ്യം. ചിത്ര ദേക്കോ ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖോ. അപ്പോൾ ഈ ചിത്രം നന്നായിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നോക്കാം. കുത്ത കഹാ ഹേ. കുത്ത എവിടെയാണ്? കുത്ത എവിടെയാണെന്ന് നോക്കൂ. കുത്ത ഘർ കെ ബാഹർ ഹേ അല്ലേ. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്താണ്. കുത്ത ഘർ കെ ബാഹർ ഹേ. കുത്ത വീടിൻ്റെ പുറത്താണ്. പൈതേമേം ക്യാ ഹേ. പൈതയിൽ എന്താ ഉള്ളത്? ചെടിയിൽ എന്താ ഉള്ളത്? പൂവുണ്ടല്ലേ. അപ്പം നമ്മളെങ്ങനെ എഴുതും? പൈതേമേം ഫൂൽ ഹേ. ഓക്കെ, ഞാൻ ഉത്തരം മാത്രം കാണിക്കാം. അടുത്തത് നോക്കാം. ലഡ്കി കഹാ ഹേ. പെൺകുട്ടി എവിടെയാണ്? ലഡ്കി ബഗീചേമേം ഹേ അല്ലേ. ലഡ്കി ബഗീചേമേം ഹേ. അടുത്ത ചോദ്യം. നദീമേം ക്യാ ഹേ. നദിയിൽ എന്താണുള്ളത്? മീനുണ്ടല്ലേ. അപ്പോൾ മീൻ എന്താ പറയുക? മച്ഛലി. അപ്പം നദീമേം മച്ഛലി ഹേ. ഓക്കെ. അടുത്തത് നോക്കാം. ചിടിയ കഹാ ഹേ. അപ്പോൾ ചിടിയ എവിടെയാണ്? പക്ഷി എവിടെയുള്ളത്? നോക്കൂ, പക്ഷി എവിടെയുള്ളത്? മരത്തിൻ്റെ മുകളിലാണല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ചിടിയ പേട് പർ ഹേ. മനസ്സിലായല്ലോ. ഇതാ ചിടിയ പേട് പർ ഹേ. ഓക്കെ. ആദ്യത്തേത് കുത്ത ഘർ കെ ബാഹർ ഹേ. ഞാനിവിടെ നമ്പറും കൂടെ ഇട്ട് തരാം കേട്ടോ. കുത്ത ഘർ കെ ബാഹർ ഹേ. രണ്ടാമത്തേത് ഫൂലാണല്ലേ. അപ്പോൾ ഇത് 2. മൂന്നാമത്തത് ബഗീചേമേ ഹേ. നാലാമത്തത് മച്ഛലിയാണല്ലേ. 4. 5 ചെടിയ മരത്തിൻ്റെ മുകളിലാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. കവിത ക്രമ സെ ലിഖോ. അപ്പോൾ ഇവിടെ ഡിസോർഡർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ കവിത ഒന്ന് ക്രമത്തിൽ എഴുതി നോക്കാം. ഓക്കെ. ആദ്യത്തെ വരി അവർ തന്നിട്ടുണ്ട്. ബാക്കി വരി ഇവിടെ പൂരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി എഴുതുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചിത്രമൊക്കെ അനുസർ വാക്യം ലിഖോ. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രം തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് വാക്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ടോമി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ ആദ്യത്തത് എന്താ? ടോമിക്കോ മക്കി സെ ലഗ്ന പസന്ത് ഹേ. ആദ്യം 1 ഇത് എഴുതണം. പിന്നെ രണ്ടാമത് ഈ കഥയിൽ എന്താണോ ചെയ്യുന്നത് ചിത്രം നോക്കിയിട്ട് എഴുതണം. പിന്നെ മൂന്നാമത് പസന്ത് ഹേ. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ചിത്രം നോക്കൂ. എന്താണ്? ഫാനിൻ്റെ താഴെ കിടക്കുക അല്ലേ ടോമി. അപ്പോൾ ടോമിക്കോ പങ്കേക്ക് നീച്ചെ സോന പസന്ത് ഹേ. മനസ്സിലായല്ലോ. ടോമിക്ക് ഫാനിൻ്റെ അടിയിൽ കിടക്കാൻ ഇഷ്ടമാണ്. അടുത്തത് എന്താ ചെയ്യുന്നത്? ടോമി ബിസ്ക്കറ്റ് കഴിക്കുകയാണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും? ടോമിക്കോ ബിസ്ക്കറ്റ് ഗാന പസന്ത് ഹേ. മനസ്സിലായല്ലോ. അടുത്തത് നീതുമായിട്ട് കളിക്കുകയാണ് അല്ലേ. അപ്പോൾ ടോമിക്കോ നീതു സെ സാത്ത് ഖേൽന പസന്ത് ഹേ. നീതുവിൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ്. അടുത്തത് ടോമി ബുക്ക് പിടിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പം എന്താണ് നമ്മൾ എഴുതുക? ടോമിക്കോ കിതാബ് പഠന പസന്ത് ഹേ. ഓക്കെ, മനസ്സിലായല്ലോ. ഞാനിവിടെ ഒന്ന് ഓർഡർ എഴുതാം. ആദ്യത്തേത് ഇതാണല്ലേ, മക്കീസ് ലഡ്ന പസന്ത് ഹേ. ഓക്കെ. രണ്ടാമത്തേത്
പങ്കേക്ക് നീച്ചെ സോന. അതെവിടെ? പങ്കേക്ക് നീച്ചെ സോന പസന്ത് ഹേ. മൂന്നാമത്തേത് ബിസ്ക്കറ്റ് കഴിക്കുകയാണല്ലേ. ഓക്കെ, അപ്പം ബിസ്ക്കറ്റ് ഗാന. അടുത്തത് നീത് കെ സാത്ത് ഖേൽന. അത് കഴിഞ്ഞിട്ട് കിതാബ് പഠന. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നമുക്ക് 6 ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ചിത്ര പഹചാനെ ഓർ ശബ്ദ ലിഖോ. ഇതിൻ്റെയൊക്കെ പേരെഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമുക്കറിയാം. പൂമ്പാറ്റയുണ്ട്, ആനയുണ്ട്, പൂമൊട്ടുണ്ട്, സൂര്യനുണ്ട്, മേഘമുണ്ട് അല്ലേ. അപ്പോൾ പൂമ്പാറ്റയ്ക്ക് എന്താ പറയുക? പൂമ്പാറ്റയ്ക്ക് നമ്മൾ തിത്തിലി എന്നാണ് പറയുക അല്ലേ. തിത്തിലി. ഒന്നാമത്തേത് തിത്തിലി. രണ്ടാമത്തേത് ആരാ? ആന. ആനയ്ക്ക് നമ്മൾ ഹാത്തി എന്ന് പറയും അല്ലേ. ഹാത്തി. മൂന്നാമത്തേത് ആരാണ്? പൂമൊട്ടാണല്ലേ. പൂമൊട്ടിന് നമ്മൾ കലി എന്ന് പറയും. അടുത്തതാരാ? 4 സൂരജാണ്. സൂര്യൻ. സൂരജ് അല്ലേ. ഓക്കെ, ഇനി അവസാനത്തെ ആളാരാണ്? ബാദൽ. മേഘം അല്ലേ. അപ്പോൾ 5 ബാദൽ. മനസ്സിലായല്ലോ? ഇവിടെ എഴുതിയിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി എഴുതാം. കേട്ടല്ലോ? അപ്പോൾ തിത്തിലി, ഹാത്തി, കലി, സൂരജ് ഓർ ബാദൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇത് എളുപ്പമല്ലേ? ഇവിടെ നമ്പറും കൂടി ചേർക്കാം കേട്ടോ. 1 തിത്തിലി, 2 ഹാത്തി, 3 കലി, 4 സൂരജ്, 5 ബാദൽ. ഓക്കെ, ഇപ്പോൾ കിട്ടില്ലേ? നിങ്ങളിതുപോലെ കംപ്ലീറ്റ് ചെയ്യണം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നല്ല സിമ്പിളായിട്ടുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരി.